ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലി ട്രിപ്പ് പോവാണ് മഹാബലേശ്വറിന്. മഹാബലേശ്വരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 350 കിലോമീറ്റേഴ്സ് ദൂരം കേട്ടോ. നമ്മൾ ജസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലെല്ലാം കയറ്റിയിട്ടു നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു ഹിൽ ഏരിയ അത്. സ്ട്രോബെറീസിൻ്റെ ഒക്കെ ഒരു ഫാമുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ശരി. നമ്മളിവിടെ ഇപ്പോൾ അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലോട്ട് കയറിയതാട്ടോ. യാത്ര ചെയ്ത് വല്ലാതെ ടയേർഡായി, ഉറങ്ങാതെയൊക്കെ വണ്ടിയിൽ ഒരു വിധത്തിൽ ഇവിടെ വരെ വന്നു. ഇനിയും നമുക്കൊരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ സ്പോട്ടിൽ ചെല്ലത്തുള്ളൂ. പിന്നെ നോക്കട്ടെ, ഇത് വെജിറ്റേറിയൻ ഹോട്ടലാട്ടോ. അതുപോലെ വണ്ടിയിൽ വരുന്ന ഏതാണ്ട് കുറേ പഴംപൊരിയൊക്കെ കഴിച്ച് വയറൊക്കെ വല്ലാതായി. എന്നൊരു ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ലഞ്ച് കഴിക്കണം. ഓക്കെ, അപ്പം നോക്കട്ടെ, ലഞ്ചിന് ഓർഡർ ചെയ്യാം. അപ്പം നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന മഹാരാഷ്ട്രൻ താലിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. കുട്ടികളാണെങ്കിൽ പാവ് ഭാജി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ റെഡിയാവുകയാണ്. ഇവരുണ്ടോ, ഇവരിവിടെ നിന്ന് ഇവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. ഇവർക്ക് എന്താ വേണ്ടതെന്ന് അറിയാം. നാരങ്ങ മിഠായി ഒക്കെ ഉണ്ടോ, നമ്മുടെ നാട്ടിൽ നാരങ്ങ മിഠായി ഉണ്ടോ. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞു. കഴിക്കാൻ വലിയ ഖാസായിട്ടൊന്നും ഇല്ലായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ നാട്ടും പ്രദേശം മീൻസ് ഹില്ലേറിയയിലോട്ടുള്ള വഴിയല്ലേ, ഇവിടെ കണ്ടില്ലേ, ഒരു നാടൻ പ്രദേശത്തോട്ടാണ് നമ്മൾ പോകണത്. ബോംബെ, ഔട്ട് ഓഫ് ബോംബെയിലോട്ടാണിത്. അത് കാരണം ഇവിടെ അങ്ങനെ ഭയങ്കര ഖാസായിട്ടുള്ള നമ്മുടെ ഫുഡൊന്നും കിട്ടത്തില്ല. നമുക്ക് എന്തെങ്കിലും നോർമലായിട്ടുള്ള ചോറും പരിപ്പ് കറിയൊക്കെ കിട്ടത്തുള്ളൂ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്ന് കേട്ടോ, നമ്മുടെ വണ്ടി. അപ്പം നമുക്ക് പോവാം. ഇനിയൊരു കുറച്ച് മണിക്കൂറുണ്ട്. അങ്ങ് മഹാബലേശ്വർ വരെ പോവാതെ, നമ്മളിപ്പോൾ തീരുമാനിച്ചേക്കുന്ന മഹാബലേശ്വർ വരെ പോവാതെ അതിന് മുമ്പിൽ പഞ്ചഗണി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഹോട്ടലെടുത്തിട്ട് അവിടെ ഇന്ന് അങ്ങ് സ്റ്റേ ചെയ്യാം. അല്ലെ ഒന്നിച്ച് അവിടെ വരെ പോയാൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും എന്നുള്ളതുകൊണ്ട് നമുക്ക് പഞ്ചഗണി ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ എണീറ്റ് നമുക്ക് മഹാബലേശ്വറിന് പോവാം. ഓക്കെ, ഹായ് ഗൈസ്. അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്, പഞ്ചഗണിയിൽ എത്തിയിരിക്കുകയാണ്. പഞ്ചഗണി വന്നിട്ട് നമ്മളിപ്പോൾ റൂം എടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് ഇവിടെ റെഡ് ക്രോസ്, നമ്മുടെ ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ ബിൽഡിങ്ങാണ് ഇതൊക്കെ. ഇവിടെ ഇതിനകത്ത് ഇവർക്ക് 45 ഏക്കർ സ്ഥലമാണുള്ളത്. ഇതിനകത്ത് ഫാമുണ്ട്, ലേക്കുണ്ട്, ട്രീ ഹൗസ് ഉണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ഒരു മലയാളി ഫാദറാണ്. പിന്നെ ഇതിനകത്ത് കേരള ആയുർവേദിക്, അതായത് തിരുമ് അങ്ങനെയൊക്കെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ആയുർവേദിക് ഡോക്ടേഴ്സിനെയൊക്കെ വെച്ച് നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ശാന്തമായൊരു സ്ഥലം, കുറേ മരങ്ങളും എല്ലാം നാച്ചുറലാണ്. ഇവിടെ കുറേ മരങ്ങളും ഫാമുകളും ഒക്കെ ആയിട്ട് കുറേ 45 ഏക്കർ സ്ഥലം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എല്ലാം ട്രീ ഹൗസൊക്കെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. സ്കൈ വോക്ക് നടക്കുകയുടെ പ്ലാവിൻ്റെ മണ്ടേ കൂടെ അച്ഛൻ സ്കൈ വോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നടക്കുക സ്കൈ വോക്കായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ പ്ലാവേന്ന്, വലിയ പ്ലാവേന്ന് ഈ 3-4 പ്ലാവ് കഴിഞ്ഞോളെ ഇവിടെ വരെ സ്കൈ വോക്കാണ്. ഒരു വിധത്തിൽ അവർ രണ്ടുപേരും മക്കളുമായി രണ്ടുപേരും ഒരു വിധത്തിൽ അവിടെ വരെ ചെന്നു. പക്ഷെ ഇറങ്ങുന്നിടത്ത് വന്നപ്പോൾ അവർക്ക് ശരിക്കും പേടിയായി. കയറാൻ അത്രയും പ്രശ്നമില്ല, ഇറങ്ങാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഫോൺ ഇങ്ങോട്ട് എറിയ ആദ്യമേ. ഗിരേക നെയ്യടേ, ഫോൺ വീഴത്തില്ല മക്കളെ, വാ. പേടിച്ച് അവിടെ തന്നെ നിൽക്കും കേട്ടോ. ഫോണും 2 ഫോണും കയ്യില്. രവി അങ്ങനെയാണ് ഇറങ്ങാൻ പോണേ. പതുക്കെ നോക്കി ഇറങ്ങ, തെന്നരുത്, കാല് പതുക്കെ കുത്തി. അയ്യോ, അതൊരു പോട്ടെ, വീതിയുള്ള ഒരു സാധനമാണെങ്കിൽ വേണ്ടില്ല, ഒരു കമ്പാ വെച്ചേക്കുന്നത്. എല്ലാവരും ചെരുപ്പിട്ടോണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാവണം കേട്ടോ. പിള്ളേർ ചെരുപ്പിട്ടോണ്ട് ഷൂസ് ഇട്ടോണ്ട് ഈ മഴ നനഞ്ഞ് കിടക്കുന്ന സാധനത്തെ കൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിട്ട് വയ്യ.
ഉണ്ടോ പോട്ടെ, അതൊരു കമ്പ് പോലെ വീതിയുള്ള ഒരു പടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇടിയാ ചിരിക്കാതെ, അതൊരു ചെറിയ കമ്പ്, വീതി കുറഞ്ഞൊരു കമ്പാ വെച്ചേക്കണം. എനിക്ക് പേടിയായിട്ട് വയ്യ. മഴ പെയ്ത് കിടക്കുന്നുണ്ട്, ഉണങ്ങി കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല. മഴ പെയ്ത് കിടക്കുന്നുണ്ട്. മോളെ 2-3 സ്റ്റെപ്പ് ഈ പ്രോബ്ലം है ऊपर का, उसके बाद में ठीक हो जाता है. എന്തെങ്കിലും ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കണമല്ലോ. എനിക്ക് പേടിച്ച് ഉൾട്ടാ ഉത്തരനെ को नहीं होगा, उल्टा मत उतरो, ऐसे ही उतरो. बट मैं जैसे उतरा उसमें स्ट्रेंथ है ऊपर. अरे वो तो आएगा आएगा, उल्टा करके उतरो बेटा. क्योंकि देखो नीचे आके ये वाला पकड़. എടാ എടാ പേടിപ്പിക്കാടാ, ഇറങ്ങി വന്നോളൂ. वो उतारने के लिए ഒരു വിധത്തിൽ ലവിമോൻ താഴെ വന്നു. ഞാൻ എൻ്റെ കൊച്ചുമേളിൽ നിൽക്കുക. എനിക്ക് വയ്യ, എനിക്ക് ടെൻഷനായിട്ട് വയ്യ. ചവിട്ടുമ്പോഴത്തേന് ഇത് താഴെ പോവാ. You did it, wow. गंदा हो गया पूरा. It's okay, fine. अब सब ലിഡിയ, best of luck. ലിഡിയ മോള് മേളിൽ ചിരിച്ചോണ്ട് നിൽക്കുക. ഇറങ്ങാൻ വയ്യ. പപ്പ ഉണ്ടായിരുന്നു, എടുത്തിറക്കിയാരുമായിരുന്നു. ഓഫ് കോഴ്സ്. ഇച്ചാ വന്നില്ല. ഇച്ചാ അവിടെ റൂമിൽ പോയി കിടക്കാൻ ഇച്ചിരി നേരം. മോനെ ഉൾട്ടാ കറക്കി ആജാ ബേട്ടാ. അടിപൊളി. പേടിച്ച് വേളി നിൽക്കുക. ഇറങ്ങാൻ ഒരു രക്ഷയില്ല. പേടിച്ചിട്ട് തിരിച്ച് ഇറങ്ങാൻ താഴോട്ട് വരെ ഒരു രക്ഷയില്ല. हाँ उधर का स्टेप अच्छा है ना, ऐसा वाला स्टेप है, ऐसा वाला सेम स्टेप है. नहीं बट ये ज्यादा अच्छा है, जिसपे अबे लीप ऑफ फेथ है ब्रो. आ जा यार, तुम्हारा स्ट्रॉन्ग भाई इज स्टैंडिंग. कम आजा आजा, देख के एक एक स्टेप देख के. हाँ പതുക്കെ ചെരുപ്പ് നല്ലതായിട്ട് മാനേജ് ചെയ്യുക. കൈ മുറുക്ക പിടിക്കുക. एक बार अच्छे से रख, उसके बाद ही छोड़ दूसरा. हाँ वही अच्छा से ग्रिप रख, देन छोड़ दो. हाँ ഇറങ്ങി വരുന്നുണ്ട് എൻ്റെ ദൈവമേ. कर कर कर. കൈ थोड़ा से नीचे रख बेटा. एक हाथ लैडर पे पकड़. हाँ एक अभी एक हाथ. എനിക്കാണെങ്കിൽ എൻ്റെ മനസ്സിനകത്ത് പടപടാന്ന് ഇടിക്കുന്നു. अब दूसरा हाथ फट से कर. अरे इतना कितना हार्ड नहीं है, चलेगा. कुछ नहीं मोने, आ जाएगा आ जाएगा, आजा. മഴവെള്ളം एक വീഴുന്നു हाथ रख, മൊബൈലിലോട്ട്. दूसरा हाथ रख. चुप रह. मैं इसलिए बोला स्ट्रेंथ चाहिए उधर. कम ऑन होएगा लिडिया, अच्छे से पकड़ या. हाँ अब बस डन, यू हैव डन इट. कम ऑन. अब छोड़ दो ना. ഈശ്വരാ എനിക്ക് പേടിയായിട്ട് വയ്യ. ചവിട്ടുമ്പോ കണ്ടപോലെ പടി താണങ്ങ് പോവാ. മമ്മിക്ക് ഇവിടെ നിന്നിട്ട് മമ്മിയുടെ അങ്കലാപ്പെടുക്കുക മനസ്സിനകത്ത്. ചവിട്ടുമ്പം കണ്ടോ ഈ പടി ഇങ്ങനൊക്കെ വളഞ്ഞ് താഴോട്ടൊക്കെ കൊണ്ട് ഇറങ്ങി വാ. हाफ वे वुड फिनिश. कम ऑन. अब नहीं डर लग रहा ना. नहीं वही मैं बोलते हैं, पूरा ऊपर थोड़ा प्रॉब्लम है. अभी तो नीचे आ गया ना. अभी अच्छा लग रहा है पता है करके. और एक बार जाना. मैं अभी कर लूंगा. वो छोड़, जोशु अरमान लोग को लेके आना. हाँ वो तो ऊपर से कूद भी आता पागल जैसे. अरमान को लेके आ सकते. अरमान का मम्मी छोड़ेगा अपने साथ, लेकिन जोशु का तो कुछ. जोशु आएगा नहीं. जोशु आज उसको विलियम ही छोड़ देगी शायद, बट वो नहीं आएगा. विलियम किधर छोड़ेगा जोशु को. अब मैं ऊपर जाके उधर से आऊंगा. लेविन बस हो गया, चल अपने को बाहर जाने का है. हाँ हाँ तुम लोग जाओ, मैं अकेला आ जाऊंगा. अरे मेरे को अपना डर हटाना मम्मी, मैं बहुत डरता हूँ हाइट से. Yes, Lydia, you did it. You're my strong girl. Come on. मम्मी एक बार जा. मम्मी, तुमको मम्मी नहीं चाहिए क्या हमेशा के लिए? एक बार നമുക്ക് ഇവര് പോകുന്ന നിങ്ങളെന്നാ പോകുന്നേ? ഓക്കെ, നിങ്ങൾക്ക് നല്ല ചക്ക തന്നുവിടാ. ഞങ്ങൾ വരിക്കച്ചക്ക ഞങ്ങളുടെ ഇഷ്ടം പോലെയാണ്. നല്ല ചക്ക. ആ വരിക്കച്ചക്ക മതി നമുക്ക്, കോഴിച്ചക്ക ഇടില്ല. നമ്മുടെ ജിതിന്റെ അവിടെ നിന്ന് നല്ല ചക്കയാ. ഷാപ്പ് ചക്കയുണ്ടോ? അച്ഛാ ഞങ്ങൾ ഇവിടെ അങ്ങ് കൂടിക്കോട്ടെ അച്ഛാ. എല്ലാരും വരുന്നവർ ഇതൊക്കെ തന്നെ. ഹായ് ഗൈസ്, അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി 7 മണിക്ക് ഇറങ്ങി. ഇവിടെ ഏകദേശം ഒരു 4-5 മണിയായപ്പോഴത്തേനും നമ്മൾ ഇവിടെ വന്നു. ഇവിടെ മഹാബലേശ്വരന് പോകാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ഇറങ്ങിയത്. പക്ഷേ യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നപ്പോഴത്തന്നെ ഇത് പഞ്ചഗണി എന്ന് പറയുന്ന സ്ഥലമാണ്. മഹാബലേശ്വരന് കുറച്ചടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്. ഇവിടെ വരെ വന്നപ്പോഴത്തേനും ഇതും ഒരു പിക്നിക് സ്പോട്ടാണ്. ഏകദേശം ഇവിടെ വന്നപ്പോഴത്തേനും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പം നമ്മളോർത്ത് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട്
നാളെ നമുക്ക് മഹാബലേശ്വരന് പോകാമെന്ന് വിചാരിച്ചു.